നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളിലെ ബ്രസ്റ്റിൻ്റെ സ്വെല്ലിങ്ങിനെ കുറിച്ചാണ്. പലതരം സ്വെല്ലിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഏജ് വൈസ് കാറ്റഗറീസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്വെല്ലിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഒരു 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ്, അതായത് നമ്മുടെ മാസമുറ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കാരണം ബ്രസ്റ്റ് ടിഷ്യൂവിൽ വരുന്ന ചേഞ്ചസ് ആണ് ഈ ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത്. 30 വയസ്സിന് മുകളിലോട്ട് 40 വയസ്സ് 45 വയസ്സ് വരെ നമുക്ക് ഈ ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ് കാരണം ഫൈബ്രോ അഡിനോമ അല്ലെങ്കിൽ ബ്രസ്റ്റ് മൗസ് എന്ന് പറയും. അതായത് ചെറിയ ഒരു കല്ലിപ്പ് പോലെ ഒരു സ്വെല്ലിങ്, അത് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ കയ്യിൽ തടയുകയും അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വെല്ലിങ്. ഒരു 45 വയസ്സിന് മുകളിലോട്ട് നമ്മൾ ഒരു സ്വെല്ലിങ് കാണുകയാണ് എങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് തന്നെ കണക്കാക്കുകയും അതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ട പരിശോധനകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മളുടെ 18 to 30 ഇയേഴ്സ്, അതായത് 30 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എല്ലാ മാസവും ചെയ്യുക. എന്തെങ്കിലും ഒരു മുഴകളോ തടിപ്പോ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം ഭയങ്കര വേദനയും അസഹനീയമായ വേദനയും തുടർന്ന് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഒരു സർജനെ കാണുക. അതിന് ഒരു അൾട്രാസൗണ്ട് എന്നുള്ള ചെറിയൊരു ഇമേജിങ് സ്റ്റഡി വെച്ചിട്ട് വേറെ എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുക. അതിനുള്ള മെഡിസിൻസ് എടുക്കുക. അതിനുള്ള ഹോർമോണൽ മെഡിസിൻസ് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറുകയും അതിൽ നിന്ന് ഫുള്ളായി സിംറ്റം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തുടരുകയും ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു 30 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന മുഴകൾ എല്ലാ മാസവും ഇത് കണക്ക് തന്നെ സെൽഫ് എക്സാമിൻ ചെയ്യുക. അതിനകത്ത് മുഴയുടെ വലിപ്പം കൂടുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് എടുത്ത് കാണപ്പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥ വരിക, അല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ മുഴ തട്ടുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് അത് എന്ത് തരം മുഴയാണെന്നുള്ളത് നമ്മൾ പരിശോധന നടത്തുകയും ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും അതുവഴി അതെന്താണെന്നുള്ള കാറ്റഗറൈസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അൾട്രാസൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇതിനൊരു 6 ഗ്രേഡ്സ് ഉണ്ട്. ബൈറാഡ് സ്കോർ എന്ന് പറയും. 1 to 6 ഗ്രേഡ് ഉണ്ട്. ആ ഗ്രേഡിൽ ഏത് ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെന്ന് നോക്കി നമുക്കത് ബയോപ്സി ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് എന്താണെന്നുള്ളത് വീണ്ടും ഒരു ഫോളോ അപ്പിലൂടെ നമുക്ക് നോക്കാവുന്നതാണ്. 40 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ നമ്മൾ മാമോഗ്രാഫി സജസ്റ്റ് ചെയ്യാറുള്ളൂ. അതിന് താഴോട്ടുള്ളവരിൽ ബ്രസ്റ്റിൻ്റെ ടിഷ്യൂസ് ഭയങ്കര ഗ്ലാൻഡുലാറും ഫൈബ്രോ ഇതായിരിക്കും. അത് കാരണം മാമോഗ്രാഫിയുടെ സെൻസിറ്റിവിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ അവർക്ക് 40 വയസ്സിന് താഴോട്ടുള്ളവർക്ക് അൾട്രാസൗണ്ട് തന്നെയാണ് ഏറ്റവും നല്ല ഒരു ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റി. 40 വയസ്സിന് മുകളിലോട്ട് നമുക്ക് മാമോഗ്രാഫി ചെയ്യാം. മാമോഗ്രാഫി ചെയ്ത് അതിനകത്തും സ്കോറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കോറുകൾ നോക്കി അത് ബയോപ്സി ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോപ്സി ചെയ്യാം. ഇനി ബയോപ്സികൾ എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നീഡിൽ ബയോപ്സി ഉണ്ട്, ട്രൂ കട്ട് ബയോപ്സി ഉണ്ട്, എക്സിഷൻ ബയോപ്സി ഉണ്ട്. അതായത് ചെറിയൊരു നീഡിലിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് വലിയ കയ്യിൽ തട്ടാവുന്നത്ര ഉള്ള ഒരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കോശങ്ങളെടുത്ത് ലാബിൽ വിട്ട് പരിശോധന നടത്താം. ട്രൂ കട്ട് ബയോപ്സി എന്ന് പറയുന്നത് നമുക്കതിനകത്ത് ഹോർമോണൽ അസെയും കൂടെ ചെയ്യാം എന്നുള്ളൊരു ഗുണവുമുണ്ട്. അതിന് കുറച്ച് സെൻസിറ്റിവിറ്റിയും കൂടുതലാണ്. ചെറിയ ഒരു മുറിവിലൂടെ തന്നെ ആ ഒരു ബയോപ്സി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എക്സിഷൻ ബയോപ്സി എന്ന് പറയുന്നത് അത് ഒരു തെറാപ്യൂട്ടിക്കും ഡയഗ്നോസ്റ്റിക്കും കൂടെയാണ്. അതായത് നമ്മൾ ആ മുഴകൾ മൊത്തത്തിൽ മാറ്റുകയും അത് ബയോപ്സി ചെയ്യുകയും ബയോപ്സിയിൽ കുഴപ്പമൊന്നുമില്ല എങ്കിൽ പിന്നെ വേറെ ചികിത്സയുടെ ഒരു ആവശ്യവും വരുന്നില്ല. ഈ ബ്രസ്റ്റിലെ മുഴകളെ സംബന്ധിച്ച് നമ്മൾ ഫാമിലി ഹിസ്റ്ററി
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫാദറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ മദറിൻ്റെ സൈഡിലോ ഫസ്റ്റ് ഡിഗ്രി, അതായത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് എന്തെങ്കിലും ആൻറ്റിമാർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, അവർക്ക് എന്തെങ്കിലും ഇത് കണക്കത് ബ്രസ്റ്റിലെ ബുദ്ധിമുട്ടോ ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സ്ക്രീൻ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടുകയും നമുക്ക് ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യാനും ഫുൾ ക്യൂർ കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. പിന്നെ നമ്മളിത് വെച്ചുകൊണ്ടിരുന്ന്, അതായത് ആരോടും പറയാതിരിക്കുകയും നമ്മൾ അത് സാരമില്ല കുഴപ്പമില്ലാത്ത മുഴയാണെന്ന് ധരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരിൽ ഇത് ക്യാൻസർ ആയി മാറിത്തീരാനും പിന്നെ അത് നമുക്ക് ലേറ്റർ സ്റ്റേജസിലായിരിക്കും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പം നമ്മൾ എല്ലാ മാസവും ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക. എന്തെങ്കിലും ഒരു മുഴയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തടിപ്പോ കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടറിനായിട്ട് ഒരു കൺസൾട്ടേഷൻ ചെയ്യുക, അതിനുള്ള ഇമേജിങ് മൊഡാലിറ്റി ചെയ്യുക, നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും ഇൻവെസ്റ്റിഗേഷൻസും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായും മാറ്റി എടുക്കാൻ പറ്റുന്നതും രോഗവിമുക്തമായിട്ട് നമുക്ക് തുടരാനും പറ്റുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. താങ്ക് യു.